വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലെറ്റ്സ് പുഷ് അവർ ലിമിറ്റ്സ് ഗൈസ്. ഈ ഒരു അനിമേഷൻ വളരെ ഈസിയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ മുന്നിലുള്ള ട്യൂട്ടോറിയൽസ് കണ്ടവർക്കറിയാം ഒരു ബൗൺസിങ് ബോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന്. സോ ആ ബൗൺസിങ് ബോളിന് സറൗണ്ടഡ് ആയിട്ട് കുറച്ചധികം ക്യൂബ്സും ആ ക്യൂബ്സിൽ മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലൈറ്റ് എഫക്ട്സും അതുപോലെ തന്നെ റിഫ്ലക്ഷൻസും കറക്റ്റ് ആവും. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സ്മൂത്തായ ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഒരു സ്ഫിയർ എടുത്തിട്ടുണ്ട്. അതിന് ലൈറ്റ് ചൈൽഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ബാക്കി കാണുന്ന എല്ലാ കാര്യങ്ങളും ക്യൂബാണ്. ആ കാണുന്ന പിരമിഡ്, കട്ടഡ് പിരമിഡ് ആയിട്ടുള്ളതും ഒരു ക്യൂബ് തന്നെയാണ്. അതിനെ മോഡിഫൈ ചെയ്തതാണ്. അത് വീഡിയോൻ്റെ പകുതിയോടെ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെ അങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന്. പിന്നെ ആ പില്ലേഴ്സിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ക്യൂബ് തന്നെയാണ്. വാൾസും ക്യൂബാണ്, ലൈറ്റ്സ് ക്യൂബാണ്. ആൻഡ് ഓൾസോ ഈ ഒരു അനിമേഷനിൽ ഞാൻ ഒരൊറ്റ ലൈറ്റ് സോഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ആ സ്ഫിയറിൻ്റെ ഒപ്പമാണ്. സോ ഈ ഒരു വീഡിയോ അടിപൊളിയാക്കുന്നത് അതിൻ്റെ റിഫ്ലക്ഷൻസ് ആണ്. സോ റിഫ്ലക്ഷൻ സ്മൂത്ത് ആവാൻ വേണ്ടി ഞാൻ പറയുന്നത് പോലെ ചെയ്യാം. നിങ്ങൾ റിഫ്ലക്ഷൻസ് ആദ്യം നോക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് നിങ്ങൾ മെറ്റീരിയൽസ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്താലും ഏറെക്കുറെ ഇതുപോലെ ആയിരിക്കും കാണുക. ആ സ്പിയറിനൊക്കെ നോക്കുകയാണെങ്കിൽ റിഫ്ലക്ഷൻസ് വളരെ പെർഫെക്റ്റായി വരണം എന്നുണ്ടെങ്കിൽ ക്യാമറയിൽ നമ്മൾ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തണം. അതിനായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ക്യാമറ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതായത് മെയിൻ ക്യാമറ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്യാമറയുടെ പ്രോപ്പർട്ടീസിലോട്ട് പോവുക. അവിടെ നിങ്ങൾക്ക് ടെക്സ്ചർ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ബോക്സ് കാണും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. അതായത് HDRI ഇമേജ് എന്ന് പറയും. PNG ഫയൽ നിങ്ങൾക്ക് അതിൻ്റെ PNG ഫയലോ ഇല്ലെങ്കിൽ മറ്റുള്ള ഫയലോ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഗൂഗിളിൽ നിന്നോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നോ പോളി ഹെവൻ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. അത് ഗാലറിയിലായിരിക്കും ഉണ്ടാവുക ആ ഒരു ഫയൽ. അതിന് ശേഷം അത് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സ്കൈൻ്റെ കളറെല്ലാം ചേഞ്ച് ആയി. അതുപോലെ തന്നെ ആ ബോളിൽ, അതായത് ആ മാർബിളിൻ്റെ പീസായിട്ടുള്ള ആ ഒരു സ്ഫിയറിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഒക്കെ കറക്റ്റായി വരും. സോ ഇതുപോലുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസാണ് വീഡിയോ അടിപൊളിയാക്കുന്നത്. സോ നിങ്ങൾ ക്യാമറയിൽ സ്കൈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ റിയൽ ടൈം വ്യൂവിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ സ്കൈ എടുത്ത് കാണുകയും ചെയ്യും. അത് മാത്രമല്ല, റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ ആ സ്കൈൻ്റെ റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലുള്ള റിഫ്ലക്ഷൻസ്, അതായത് സ്കൈയിൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് നമ്മുടെ അനിമേഷനെ വളരെ റിയലിസ്റ്റിക് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ഇനി നമുക്ക് മെറ്റീരിയൽസിലോട്ട് പോകാം. ആദ്യം ഗ്ലോയിങ് ഒബ്ജക്റ്റാണ്. സോ ഞാനിതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. സോ നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസിനൊക്കെ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രൊജക്ട്സിനൊക്കെ ആവശ്യം വരും. ഈ ഒരു സെറ്റപ്പിൽ ഞാനൊരു ലൈറ്റ് സോഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ആ സ്ഫിയറിനകത്തുള്ള ലൈറ്റ് സോഴ്സാണ്. സോ ഇനി നെക്സ്റ്റ് ആ പില്ലറിൻ്റെ മെറ്റീരിയൽസ് ഡീറ്റെയിൽസ് ആണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യുന്നതിനേക്കാളും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ മെറ്റീരിയൽസിലെല്ലാം മാറ്റം വരുത്തി അനിമേഷൻസിൽ മാറ്റം വരുത്തി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു ജമ്പിങ് അനിമേഷനിലും മാറ്റങ്ങളൊക്കെ വരുത്താം. അതായത് ബൗൺസിങ് ബോളിൻ്റെ അനിമേഷനിൽ മാറ്റങ്ങൾ വരുത്താം. ഈ ഒരു ഫയലിൽ, അതായത് ഈ ഒരു സെറ്റപ്പിൽ അനിമേഷനുള്ള ആകെ ഒരേ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ സ്ഫിയർ മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം ജസ്റ്റ് ടെക്സ്ചേഴ്സ്, അതുപോലെ തന്നെ ഈ ലൈറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് കാരണം ഉണ്ടാകുന്ന ഷാഡോസ്, ഇതുപോലുള്ള കാര്യങ്ങളാണ്. സോ ഇനി വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എങ്ങനെ ആ കട്ടഡ് ആയിട്ടുള്ള പിരമിഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് ആ സ്ഫിയർ, ലൈറ്റ് ചൈൽഡായിട്ട് വെച്ചിട്ടുള്ള ആ സ്ഫിയർ വന്ന് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു പിരമിഡിൻ്റെ പീസ് അത് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. സോ ഈ പിരമിഡിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഷേപ്പൊന്നും നമ്മുടെ റെക്കോൺ 4Dയിലില്ല. അതുകൊണ്ട് നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഒരു ക്യൂബ് ഇൻസേർട്ട് ചെയ്യുക. ക്യൂബ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്തതിന് ശേഷം ആ മേലെ കാണുന്ന ഒബ്ജക്റ്റ് മോഡില്ലേ, ആ ഒബ്ജക്റ്റ് മോഡിൽ നിങ്ങൾ ഒരു തവണ ക്ലിക്ക് ചെയ്യുക. ആ ഒബ്ജക്റ്റ് മോഡിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ക്യൂബിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഒബ്ജക്റ്റ് മോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് മോഡിലോട്ട് പോവുക. എഡിറ്റ് മോഡിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് പല വെർട്ടിസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫേസ് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജ് കൺട്രോൾ ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു കൺട്രോൾ ചെയ്യുന്ന നമ്മൾ സെലക്ട് ചെയ്ത പാർട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സ്കെയിൽ ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻസ്, അതായത് പൊസിഷൻസ് ചേഞ്ച് ചെയ്യാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് ഈ ഒരു എഡിറ്റ് മോഡിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഒരു സൈഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക, അതിന് ശേഷം അത് സ്കെയിൽ ചെയ്യുക. ആ ഒരു ഫേസ് മാത്രം സെലക്ട് ചെയ്തിട്ട്, അതായത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ആ ഒരു ഫേസ് മാത്രമേ സെലക്ട് ആവത്തുള്ളൂ. അതിനുശേഷം നിങ്ങളത് സ്കെയിൽ ചെയ്ത് ചെറുതാക്കുക. സോ നിങ്ങൾക്ക് ആ മേലെ 3 ഓപ്ഷൻസ് കാണാൻ പറ്റും നീല കളറിൽ, അതായത് ഫേസ്, എഡ്ജ്, കോർണർ എന്ന് പറഞ്ഞിട്ട്. സോ അതിൽ നിങ്ങൾ ഫേസിൽ സെലക്ട് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഒബ്ജക്റ്റ് മോഡിലോട്ട് തിരിച്ചു പോവുക. അതിനുശേഷം ഇത് ഞങ്ങൾ സ്കെയിൽ ചെയ്ത് കുറയ്ക്കുക. സോ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായ ഒരു പിരമിഡിൻ്റെ, കട്ടഡ് ആയിട്ടുള്ള പിരമിഡിൻ്റെ പീസ് പോലെ കിട്ടിയിട്ടുണ്ട്. സോ ആ കട്ടഡ് പിരമിഡ് പീസ് നമ്മുടെ സെറ്റപ്പിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മെറ്റീരിയൽസ് പ്രോപ്പർട്ടി പോയി ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് വരുത്താൻ സാധിക്കും. ഒപ്പാസിറ്റി കുറയ്ക്കുന്നത് വഴി നിങ്ങൾക്കതൊരു ഗ്ലാസ് ലൈക്ക് ഫീൽ കിട്ടും. അതുപോലെ തന്നെ മെറ്റാലിക് പ്രോപ്പർട്ടി കൂട്ടുന്നത് വഴി നിങ്ങൾക്കതൊരു
മെറ്റാലിക് ഫീൽ തന്നെ കിട്ടും. അതായത് റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണും. ഇനി ആ മെറ്റാലിക് പ്രോപ്പർട്ടിയുടെ ഒപ്പം ഒരുതരം വൈറ്റ് കളറും അതുപോലെ തന്നെ എമിഷനും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർബിൾ ലൈക്ക് ഫിനിഷ് കിട്ടും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഒരു സാധനം നമ്മുടെ മെയിൻ സീനിലോട്ട് ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ പ്ലേസ് ചെയ്യുക. ഇനിയാണ് ഇതിൻ്റെ കീ പാർട്ടിലോട്ട് നമ്മൾ പോകുന്നത്, അതായത് ആനിമേഷൻ. ഈ സെറ്റപ്പ് വളരെ സിമ്പിളായതുകൊണ്ട് ഇതിനാകെ സ്ഫിയറിന് മാത്രമേ, അതായത് ആ ഒരു ബോളിന് മാത്രമേ അനിമേഷൻ ആവശ്യമുള്ളൂ. സോ നിങ്ങൾ അതിന് വേണ്ടി ആദ്യം ആ സ്ഫിയർ അങ്ങ് സെലക്ട് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. മൊത്തം 9 സെക്കൻഡിൻ്റെ വീഡിയോ ആണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ എനിക്ക് വന്നിട്ട് 270 ഫ്രെയിംസോളം വന്നിട്ടുണ്ട്. അതായത് 9x30 ഏറെക്കുറെ 270 ഫ്രെയിംസ് വരെ വന്നിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്കിത് മൊത്തം ഒരു 7 ഫ്രെയിമിൽ ഒരു ജമ്പിങ് ആനിമേഷൻ ചെയ്യാൻ പറ്റും. അതായത് വെറും 7 ഫ്രെയിം മാത്രം അനിമേറ്റ് ചെയ്തുകൊണ്ട് ഒരു ജമ്പിങ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ബൗൺസിങ് ബോൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു 7 ഫ്രെയിമിനെ കോപ്പി ചെയ്യുകയാണ് നമ്മൾ ബാക്കി. അതായത് ആ ഒരു വീഡിയോ എത്ര നേരം വേണം അതിനനുസരിച്ച് ആ 7 ഫ്രെയിം കോപ്പി ചെയ്ത് അങ്ങ് പേസ്റ്റ് ചെയ്യാണ്. സോ എങ്ങനെയാണത് ചെയ്യാമെന്ന് ഇതിന് മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരിക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചാലും മതി. അതിൽ ആദ്യത്തെ ഫ്രെയിമിൽ, അതായത് ഏറ്റവും ഫസ്റ്റത്തെ ഫ്രെയിം, ആ കാണുന്ന ഓറഞ്ച് കളർ ഫ്രെയിമിൽ എവിടെയാണോ ബോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ, അതായത് എവിടെ നിന്നാണോ ബോൾ വീഴേണ്ടത് അവിടെ നമ്മൾ പ്ലേസ് ചെയ്യണം. എന്നിട്ട് കീ ഫ്രെയിം ലോക്ക് ചെയ്യുക. രണ്ടാമത്തെ ഫ്രെയിം എന്ന് പറയുന്നത്, അതായത് ആ കാണുന്ന രണ്ടാമത്തെ ബ്ലൂ മാർക്ക് എന്ന് പറയുന്നത് കുറച്ച് ആ ബോൾ പൊസിഷൻ കുറച്ച് താഴത്തോട്ട് വയ്ക്കുക. പിന്നെയും മൂന്നാമത്തേൽ കുറച്ചുകൂടെ താഴത്തോട്ട് വയ്ക്കുക. അങ്ങനെ നാലാമത്തെ കീ ഫ്രെയിം, നാലാമത്തെ ബ്ലൂ കളർ ബോക്സ് എന്ന് പറയുന്നത് കറക്റ്റ് ആ ബോൾ വന്നിട്ട് പിരമിഡിന് ഹിറ്റാവുന്ന ആ ഒരു കീ ഫ്രെയിമാണ്. ഞാൻ അവിടെയാണ് അത് ലോക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കീ ഫ്രെയിം, അതായത് 4 കീ ഫ്രെയിമുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോൾ ഓൾമോസ്റ്റ് ആ ഒരു പിരമിഡിൽ വന്ന് ഹിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ കീ പാർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കീ ഫ്രെയിമും ഈക്വൽ ഇൻ്റർവെൽസിലായിരിക്കണം. പക്ഷേ ഓരോ കീ ഫ്രെയിംസിൻ്റെയും ഇടയിലുള്ള ബോൾ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കൂടി വരണം. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെ ഗ്രാവിറ്റി കാരണം ഫാൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നത്തുള്ളൂ. ഇനി അനിമേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ നാലാമത്തെ അനിമേഷൻ, അതായത് ആ ബോൾ വന്ന് പിരമിഡിൻ്റെ കട്ടഡ് പാർട്ടിലോട്ട് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3rd കീ ഫ്രെയിം കോപ്പി ചെയ്ത് 5th കീ ഫ്രെയിമിലും, അതുപോലെ തന്നെ 2nd കീ ഫ്രെയിം കോപ്പി ചെയ്ത് 6th കീ ഫ്രെയിമിലും, അതുപോലെ തന്നെ 1st കീ ഫ്രെയിം കോപ്പി ചെയ്ത് 7th കീ ഫ്രെയിമിലും പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര ടൈമാണോ ആ ഒരു അനിമേഷൻ വേണ്ടത് അത്രയും തവണ നിങ്ങൾ ഈ 7 കീ ഫ്രെയിം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കീ ഫ്രെയിം പേസ്റ്റ് ചെയ്യുന്നതും ഈക്വൽ ഇൻ്റർവെല്ലായിരിക്കണം. അതിനുശേഷം നമ്മൾ റെൻഡറിങ്ങിലോട്ട് കിടക്കുകയാണ്. സോ ഞാനിവിടെ റെൻഡർ ചെയ്തിരിക്കുന്നത് 1080p, അതുപോലെ തന്നെ കീ ഫ്രെയിംസ് ഒന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് 270 ആണ്. കാരണം എനിക്ക് 9 സെക്കൻഡ്സോളം ഉണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ 9x30 എന്ന് പറയുമ്പോൾ 270, അങ്ങനെ 270 കീ ഫ്രെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷാഡോ ക്വാളിറ്റി ഹൈയിലിട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള പ്രൊസസ്സർ Dimensity 7300 ആണ്. നിങ്ങളുടെ കയ്യിൽ സ്നാപ്ഡ്രാഗണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റെൻഡർ ചെയ്ത് കിട്ടും. എനിക്ക് ഏറെക്കുറെ ഒരു 30 മിനിറ്റ്സ് ആയി. സോ അതിനുശേഷം നിങ്ങൾ വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോ റെൻഡർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം കുറച്ച് ടൈം കൊടുക്കുക. അങ്ങനെ ഓരോരോ ഇമേജും റെൻഡർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.